Three TN students die after tourist bus overturns in Mattupetti. Three students from Tamil Nadu died and several others were injured when a tourist bus carrying college students from Kanyakumari turned upside down in Mattupetti near Munnar on Wednesday. വെൽക്കം മക്കളെ, ലിയാസ് വേൾഡ് ഓഫ് ഇംഗ്ലീഷിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം മിസ്സ് വായിച്ചത് ഒരു ആക്സിഡൻറ്റ് ന്യൂസാണ് അല്ലേ? അപ്പം നമ്മൾ ആക്സിഡൻറ്റ് ന്യൂസുകളും അങ്ങനെയുള്ള നമ്മളെ ഞെട്ടിപ്പിക്കുന്നതും ഒക്കെ ആയിട്ടുള്ള ന്യൂസുകൾ എങ്ങനെയാണ് നമ്മൾ പെട്ടെന്ന് ഒരു സഡൻ ഫീലിങ്ങോട് കൂടിയാണ് വായിക്കുക അല്ലേ? അയ്യോ, അതവിടെ എന്താ പറ്റിയേ, ആർക്കും എന്താ പറ്റിയേ, ആക്സിഡൻറ്റ് നടന്ന് എന്താ സംഭവിച്ചേ എന്നാണ്. ഇപ്പം ഇവിടെ നമ്മളൊരു ആക്സിഡൻറ്റ് പറ്റിയപ്പോൾ നമ്മൾ പെട്ടെന്ന് എന്തു പറ്റി, എന്താ, ആർക്കെങ്കിലും എന്തെങ്കിലും പരിക്കുണ്ടോ, ആർക്കെങ്കിലും എന്തെങ്കിലും പറ്റിയോ, എന്താ സംഭവിച്ചേ എന്ന് നമ്മുടെ സഡൻ എക്സ്പ്രഷൻ, അയ്യോ എൻ്റെ അമ്മേ എന്താ പറ്റിയേ എന്നുള്ള ഒരു എക്സ്പ്രഷനോട് കൂടിയാണ് നമ്മളെപ്പോഴും അങ്ങനെയുള്ള വാർത്തകൾ, അതേപോലെ എന്ത് സന്തോഷ വാർത്ത കേട്ടാലും നമുക്ക് എന്തെങ്കിലും സമ്മാനം കിട്ടുന്ന വാർത്തകൾ കേട്ടാലും ഒക്കെ നമ്മൾ അങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്യുക. ഇവിടെ 3 തമിഴ്നാട് സ്റ്റുഡൻസ് ടൂറിസ്റ്റ് ബസ്സിൽ പോയതാണ് മാട്ടുപ്പെട്ടി എന്ന സ്ഥലത്തിൽ വെച്ചിട്ട് ഒരു ബസ് ആക്സിഡൻറ്റിൽ മരണപ്പെട്ട വിവരമാണ് നമ്മളിപ്പോൾ വായിച്ചത്. അപ്പം നമ്മൾ വായിക്കുന്ന സമയത്ത് നമുക്കതൊരു സങ്കടകരമായ അല്ലെങ്കിൽ നമ്മൾ വിഷമിപ്പിക്കുന്ന ഒരു വാർത്തയാണ്. അപ്പം നമ്മൾ പെട്ടെന്ന് ആ ന്യൂസ് കേൾക്കുമ്പോഴുണ്ടാകുന്ന നമ്മുടെ എക്സ്പ്രഷൻ എങ്ങനെയായിരിക്കും? അയ്യോ എന്ന് നമ്മൾ പറയും അല്ലേ? അങ്ങനെ നമ്മുടെ സ്ട്രോങ്ങും സഡനുമായിട്ടുള്ള ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യുന്ന വാക്കുകളെ പറയുന്ന പേരാണ് ഇൻ്റർജെക്ഷൻസ്. ഇൻ്റർജെക്ഷൻ എന്ന ലാസ്റ്റ് പാർട്ട് ഓഫ് സ്പീച്ച് പഠിക്കാൻ പോവുകയാണ് നമ്മളൊക്കെ. ഇൻ്റർജെക്ഷൻസ് ആർ വേർഡ്സ് വിച്ച് യൂസ് ടു എക്സ്പ്രസ് അവർ സ്ട്രോങ് ആൻഡ് സഡൻ ഫീലിങ്സ്. സ്പോണ്ടേനിയസ് ആയിട്ട് നമുക്ക് വരുന്ന ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യുന്ന വാക്കുകളെയാണ് നമ്മൾ ഇൻ്റർജെക്ഷൻസ് എന്ന് വിളിക്കുന്നത്. ആ ഇൻ്റർജെക്ഷൻസ് ലാസ്റ്റ് പാർട്ട് ഓഫ് സ്പീച്ചാണ്. അപ്പോൾ നമ്മൾ മെയിനായിട്ട് കുറച്ച് ഇൻ്റർജെക്ഷൻസിനെ നമുക്കൊരു ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം. സോ അപ്പം മിസ് പറഞ്ഞു, ഇൻ്റർജെക്ഷൻസ് ആർ വേർഡ്സ് വിച്ച് യൂസ് ടു എക്സ്പ്രസ് അവർ spontaneous, sudden and strong feelings. ഓക്കെ മക്കളെ, അപ്പോൾ ഇൻ്റർജെക്ഷൻസ് ആർ വേർഡ്സ് വിച്ച് യൂസ് ടു എക്സ്പ്രസ് സ്പോണ്ടേനിയസ് ആൻഡ് സഡൻ ആൻഡ് അവർ സ്ട്രോങ് ഫീലിങ്സ്. നമുക്ക് പെട്ടെന്നുണ്ടാവുന്ന നമ്മുടെ ഫീലിങ്സിനെ, നമ്മുടെ സ്ട്രോങ് ആയിട്ടുള്ള നമ്മുടെ ഇമോഷൻസിനെ നമ്മൾ എക്സ്പ്രസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന വാക്കുകളെയാണ് നമ്മൾ ഇൻ്റർജെക്ഷൻസ് എന്ന് പറയുന്നത്. ഇപ്പം നമുക്ക് കുറച്ച് ഇൻ്റർജെക്ഷൻസ് ഇവിടെ നോക്കാം, പരിചയപ്പെടാം. വാവ്, വാവ് എന്ന് പറഞ്ഞാൽ അമേസ്മെൻറ്റ് എന്നാണ് അർത്ഥം. വാട്ട് ഈസ് വാവ്? നമ്മളിപ്പോൾ ഒരു ടൂറിസ്റ്റ് പ്ലേസിൽ പോയി, എക്സാമ്പിൾ താജ്മഹലിൽ പോയി എന്ന് വിചാരിക്കുക. താജ്മഹൽ കാണുമ്പോൾ നമ്മൾക്ക് അതിൻ്റെ എന്താ പറയുക, എന്തൊരു മനോഹരമാണ് അല്ലേ? അപ്പം നമ്മൾ എന്താ പറയുക, വാവ് വാട്ട് എ ബ്യൂട്ടിഫുൾ പ്ലേസ് എന്ന് നമ്മൾ പറയും അല്ലേ? എന്തൊരു ബിൽഡിങ്, എന്തൊരു മോണുമെൻ്റ്, എന്തൊരു മനോഹരമാണ് പ്ലേസ് എന്ന് നമ്മൾ പറയും. അപ്പോൾ അതിന് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത് എങ്ങനെയാണ്? വാവ് എന്നാണ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുക. അതേപോലെ ഹോ, നമ്മൾ കൺഫ്യൂഷൻസ്, നമ്മുടെ എന്തെങ്കിലും കാര്യത്തിൽ നമുക്കൊരു കൺഫ്യൂഷൻ വന്നാൽ നമ്മളൊരു എൻ്റെ ദൈവമേ എനിക്ക് മാത്സ് മനസ്സിലാവുന്നില്ല, എനിക്ക് ഇംഗ്ലീഷ് ഗ്രാമർ എത്ര പഠിച്ചിട്ടും എൻ്റെ തലയിൽ കയറുന്നില്ല എന്നുള്ള ആ കൺഫ്യൂഷൻസ് വരുമ്പോൾ എൻ്റെ അമ്മേ എന്നൊക്കെ നമ്മൾ പറയുന്ന എക്സ്പ്രഷൻ പോലെ തന്നെയാണ് ഹോ എന്നുള്ളത്. പിന്നെ സർപ്രൈസ്, നമ്മുടെ വീട്ടിലേക്ക് നമ്മൾ പെട്ടെന്ന് ആരെങ്കിലും കടന്നു വന്നാലോ നമ്മുടെ ഒരു ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ സർപ്രൈസ് ആയിട്ട് നമുക്കൊരു ബർത്ത്ഡേ സെലിബ്രേഷൻ ട്രീറ്റൊക്കെ കിട്ടുകയാണെങ്കിൽ നമ്മൾ എന്ന് നമ്മൾ എക്സ്പ്രസ് ചെയ്യും അല്ലേ? അതേപോലെ തന്നെ ഹ്യൂറേ, നമ്മൾ എന്തെങ്കിലും ഒരു റിസൾട്ട് എക്സ്പെക്റ്റ് ചെയ്തിരിക്കുക എന്ന് വിചാരിക്കാൻ, നമ്മൾ നന്നായി പഠിച്ചു, പാസ്സായി, എക്സാം എഴുതി, നമ്മൾ റിസൾട്ടിന് വേണ്ടി പാസ്സായി വെയിറ്റ് ചെയ്തിരിക്കുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും അതേപോലൊരു ഇത് കിട്ടുകയെന്ന് വിചാരിച്ചോ, നമുക്ക് എന്താ പറയുക, റിസൾട്ട് വന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ റിസൾട്ട് വരുമ്പോൾ നമ്മളെങ്ങനെയാണ് ആ ഒരു എന്താ പറയുക, നമുക്ക് ഭയങ്കര ഒരു സെലിബ്രേഷൻ മൂഡിലായിരിക്കും. നമുക്ക് ഇത്രയും മാർക്ക് കിട്ടിയല്ലോ എന്നുള്ള ആ ഒരു മൂഡിലായിരിക്കും നമ്മൾ അങ്ങനെ എക്സ്പ്രസ് ചെയ്യുന്നതാണ് ഹ്യൂറൻ. ഇനി അലാസ്, ഇപ്പം ഞാൻ വായിച്ച ആക്സിഡൻറ്റ് ന്യൂസ് അറിയാം, അയ്യോ എന്താ അവിടെ സംഭവിച്ചത്, എന്ത് പറ്റി ആ പിള്ളേർ. നമ്മളെപ്പോഴും ഒരു ആക്സിഡൻറ്റ് ന്യൂസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അപകടങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ തൊട്ടു മുന്നിൽ എന്തെങ്കിലും ഒരു ഇപ്പം നമ്മുടെ മുന്നിൽ വെച്ചിട്ട് ഒരാൾ പെട്ടെന്ന് വീഴുവോ അങ്ങനെ എന്താ ചെയ്യുക, നമ്മൾ അയ്യോ എന്ന് നമ്മൾ പറയാറില്ല. ആ അയ്യോ എന്ന് പറയുന്ന എക്സ്പ്രഷനാണ് അലാസിൽ വരുന്നത്. അതേപോലെ ഓപ്സ് എന്ന് പറഞ്ഞാൽ മിസ്റ്റേക്സ്. എൻ്റെ ദൈവമേ ഞാൻ ആ റെക്കോർഡ് വീണ്ടും തെറ്റിച്ചു, ഐ ഹാവ് ഡൺ എ മിസ്റ്റേക്ക് ഇൻ ദിസ് റെക്കോർഡ്, ഞാൻ വീണ്ടും തെറ്റിച്ചു, ഞാൻ തിരുത്താൻ പറ്റില്ല എന്ന് പറയുമ്പോൾ നമ്മൾ അയ്യോ അത് തെറ്റിച്ചല്ലോ എന്ന് നമ്മൾ ഇടയ്ക്ക് പറയാറില്ല. അതേപോലെയുള്ളൊരു എക്സ്പ്രഷനാണിത്.
പിന്നെ ഔച്ച്, എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ തട്ടിയിട്ടോ കയ്യോ കാലോ ഒക്കെ മുട്ടിയാലൊക്കെ നമ്മൾ പറയും എൻ്റെ അമ്മേ എന്തോ ഒരു വേദനയാ, അയ്യോ എന്ന് പറയില്ലേ. പെട്ടെന്ന് നമ്മളെ ആരെയും തട്ടുമോ, നമ്മൾ മേശപ്പുറത്തിൻ്റെ സൈഡിൽ തട്ടുമോ, അല്ലെങ്കിൽ പോകുന്ന വഴിക്ക് ആരുമായിട്ട് മുട്ടുകയോ നമ്മൾ അയ്യോ എന്ന് പറയില്ലേ, ആ ഒരു പെയിൻ എക്സ്പ്രസ് ചെയ്യുന്നതാണ് ഔച്ച്. സോ വാവ്, ഹു, ഓ, ഹ്യൂറേ, അലാസ്, ഉപ്സ്, ഔച്ച്. ഇത്രയും ഇൻ്റർജെക്ഷൻസ് ആണ് നമ്മൾ ഇപ്പോൾ നോക്കിയത്. ഒരുപാട് ഇൻ്റർജെക്ഷൻസ് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. നമ്മുടെ എല്ലാ പാർട്സ് ഓഫ് സ്പീച്ചും നമ്മൾ നോക്കിയിട്ട് വന്നു. ആദ്യം നമ്മൾ നൗൺ നോക്കി, പിന്നെ പ്രൊനൗൺ നോക്കി, അഡ്ജക്റ്റീവ് നോക്കി, വേർബ് നോക്കി, അഡ്വേർബ് നോക്കി, പ്രിപ്പസിഷൻ നോക്കി, കൺജക്ഷൻ നോക്കി. ഇപ്പോൾ നമ്മൾ ലാസ്റ്റ് പാർട്ട് ഓഫ് സ്പീച്ചായ ഇൻ്റർജെക്ഷൻസ് നോക്കി. അപ്പോൾ ഈ പാർട്സ് ഓഫ് സ്പീച്ചിൻ്റെ ഒക്കെ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഡൗട്ട്സ് ഉള്ളവർ എല്ലാവരും പോയി കാണാം. വീണ്ടും വീണ്ടും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വീണ്ടും നമ്മൾ നൗണിലോട്ട് തന്നെ തിരിച്ചു പോയിട്ട് നൗണിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് നൗണാണ് നമ്മളിനി എടുക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും നാളും സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. ലൈക്ക് ചെയ്ത എല്ലാവർക്കും താങ്ക്സ്. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ, നിങ്ങളുടെ ഇഷ്ടങ്ങളും അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക, പറയുക. താങ്ക് യു.